നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഭീകരവാദിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് സ്വയം വെട്ടിലാവുകയാണ്. സത്യം പറഞ്ഞാൽ ഇന്ത്യക്കാർ മാത്രമല്ല, കോൺഗ്രസിന്റെ പ്രസ്താവന കേട്ടാൽ ട്രംപ് പോലും ഇന്ത്യയിൽ വന്ന് ഈ കോൺഗ്രസ് നേതാവിനെ അടിച്ചിട്ട് പോകും. 26/11 ഭീകരാക്രമണത്തിന്റെ, അതായത് 26 നവംബർ 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തപ്പെട്ടതുമായ തഹാവൂർ റാണയ്ക്ക് ന്യായമായ വിചാരണയും രാജ്യത്ത് അപ്പീൽ നൽകാനുള്ള അവകാശവും ലഭിക്കണമെന്ന് കോൺഗ്രസ് നേതാവ്. തലയ്ക്ക് ഓളമുണ്ടോ എന്ന് കോൺഗ്രസുകാരോട് ഒറ്റ ചോദ്യം മാത്രമേ ചോദിക്കാനുള്ളൂ. അജ്മൽ കസബിന് നൽകിയതുപോലെ റാണയ്ക്കും ന്യായമായ വിചാരണ നൽകണമെന്ന് തീവ്രവാദിയുടെ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ചവാൻ അഭിപ്രായപ്പെട്ടു. ലോകം മുഴുവൻ ഇന്ത്യയെ നിരീക്ഷിക്കുന്നതിനാൽ ഈ രാജ്യത്ത് ഒരു കങ്കാരു കോടതി പ്രവർത്തിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്താണ് ഈ കങ്കാരു കോടതി? കുറ്റക്കാരനല്ലെങ്കിലും ശിക്ഷ വിധിക്കുന്ന കോടതി. ലോകരാജ്യങ്ങൾ നോക്കുന്നത് കണ്ട് ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ പഞ്ചപാവമായ റാണയ്ക്ക് ശിക്ഷ കിട്ടിയേനെയെന്ന്. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം, പുച്ഛം മാത്രം. പാകിസ്ഥാൻ കനേഡിയൻ പൗരനായ തഹാവൂർ റാണ നിരോധിത ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്വയ്ബയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണെന്ന് കണ്ടെത്തിയിരുന്നു. 160-ലധികം പേരാണ് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇതെല്ലാം അറിയാഞ്ഞിട്ടല്ല, എന്നാലും തീവ്രവാദികൾക്ക് ഞങ്ങൾ സ്തുതി പാടും. അതാണ് കോൺഗ്രസിന്റെ നിലപാട്. 2008 നവംബർ 26 ഇന്ത്യ കണ്ടത് ഏറ്റവും വലിയ ഭീകരാക്രമണങ്ങളിൽ ഒന്നാണ്. 10 ലഷ്കർ ഇ ത്വയ്ബ ഭീകരർ മുംബൈയിലെ താജ്മഹൽ പാലസ് ആൻഡ് ടവർ, ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ, 2 ആശുപത്രികൾ, ഒരു തിയേറ്റർ എന്നിവയുൾപ്പെടെയുള്ള ആഡംബര ഹോട്ടലുകളിൽ കയറി പറ്റുകയും ആളുകളെ ബന്ദിയാക്കുകയും ചെയ്തു. 9 ഭീകരരെ നിർവീര്യമാക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ തന്നെ സുരക്ഷാ സേനയ്ക്ക് 2 ദിവസമാണ് എടുത്തത്. എന്നിരുന്നാലും അപ്പോഴേക്കും കുറഞ്ഞത് 160 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഈ ഭീകര പ്രവർത്തനത്തിന്റെ സൂത്രധാരനെ അമേരിക്ക പോലും തള്ളിക്കളഞ്ഞു. ഇന്ത്യയിലേക്ക് അയക്കരുതെന്ന് കാല് പിടിച്ചിട്ടും അവരെ നാടുകടത്തി. മുംബൈ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. മുംബൈ അമേരിക്കയിലോ UK-യിലോ ഒന്നുമല്ല. സ്വന്തം രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയവനും സ്തുതി പാടുകയാണ് കോൺഗ്രസ്. ഇതാണ് വിവരമില്ലായ്മ എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.